പൂരമേതായാലും ആവേശത്തിന് കുറവില്ല. ആനയും അമ്പാരിയും ആലവട്ടവുമൊക്കെ മത്സരാവേശം കൂടിയാകുമ്പോൾ കമ്മിറ്റിക്കാർ ധരിക്കുന്ന ബാഡ്ജിലും അതേ ആവേശം ഉൾക്കൊള്ളുന്ന പൂരാഘോഷവും അവ നിർമ്മിക്കുന്ന ദമ്പതികളെയും പരിചയപ്പെടാം. കുട്ടൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പൂരമാണ് ചൊവ്വാഴ്ച. പൂരാവേശം കൊട്ടിക്കയറാൻ ഒരുക്കങ്ങൾ തകൃതി. ആനയും ആലവട്ടവും മാത്രമല്ല, അതിനൊപ്പം നിൽക്കുന്ന വെറൈറ്റി ബാഡ്ജുകൾ നിർമ്മിക്കുകയാണ് എടത്തെടത്ത ശശി സന്ധ്യ ദമ്പതികൾ. പൂരാവേശം കൊള്ളുമ്പോൾ അതിന്റെ പ്രൗഢി വിളിച്ചോതുന്നതാകണം ധരിക്കുന്ന ബാഡ്ജും എന്ന ചിന്തയാണ് നന്മ വള്ളിശ്ശേരി കമ്മിറ്റി വെറൈറ്റി ബാഡ്ജ് ഒരുക്കുന്നതിന് പിന്നിൽ. പ്ലാസ്റ്റിക്കും കടലാസും ഉപയോഗിച്ച് ആലവട്ടവും വെഞ്ചാമരവും പോലുള്ള ബാഡ്ജുകളാണ് ഇക്കുറി നന്മ വള്ളിശ്ശേരി പൂരാഘോഷ കമ്മിറ്റി ഉപയോഗിക്കുക എന്നതാണ് പ്രത്യേകത. പൂരത്തിനോടുള്ള ആവേശം തന്നെയാണ് ഈ വെറൈറ്റി ആവശ്യത്തിന് പിന്നിലേതും. രാവും പകലും വ്യത്യാസമില്ലാതെ അവസാനവട്ട മിനുക്കുപണികളിലാണ് സന്ധ്യ ശശി ദമ്പതികൾ. നന്മ പൂരാഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായി ബാഡ്ജ് എന്ന സങ്കല്പം കൊണ്ടുവന്നത്. അതായത് പൂരത്തിന് എല്ലാം ഒരു വെറൈറ്റി വേണമെന്ന ആശയത്തോടു കൂടിയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത്. എല്ലാവരും ബാഡ്ജ് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കളയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തത, അതായത് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമെന്നുള്ള ആശയത്തോടു കൂടിയിട്ടാണ് നമ്മൾ ബാഡ്ജ് കൊണ്ടുവന്നത്. അത് 13 വർഷമായി നമ്മൾ ഓരോ വെറൈറ്റി ഉണ്ടാക്കണു. കോലം, അതുപോലെ തന്നെ നെറ്റിപ്പട്ടം, അങ്ങനെ ശിവസുന്ദരനെ കൊണ്ടുവന്നപ്പോൾ ശിവസുന്ദരൻ്റെ വെച്ചിട്ടുള്ള ഒരു ബാഡ്ജാണ് ആ കൊല്ലം ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ആ വീടുകളിലെല്ലാവരും സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. കഴിഞ്ഞ 13 വർഷമായി നന്മ പൂരാഘോഷ കമ്മിറ്റിക്ക് നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം തുടങ്ങി പല രൂപത്തിലുള്ള ബാഡ്ജുകൾ ഇവർ തന്നെയാണ് നിർമ്മിക്കുന്നത്. കമ്മിറ്റിക്ക് നമ്മൾ എല്ലാ വർഷവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പുതുമയുള്ള പരിപാടികൾ കൊണ്ടുവരാറുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ബാഡ്ജും കൂടി ഒരു പുതുമ വേണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് തുടങ്ങിയത്. ആശയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഓരോ വർഷവും നമ്മൾ ഇപ്പോൾ 13 വർഷമായി തുടങ്ങിയിട്ട്. ആദ്യത്തെ വർഷം നമ്മൾ ഉണ്ടാക്കിയത് കോലമായിരുന്നു. അങ്ങനെ ഇപ്പോൾ 13 വർഷം ഓരോ രൂപത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ആളുകൾക്കൊക്കെ അത് ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം. എല്ലാവരും ഈ വർഷം ഗുരുവായൂരപ്പൻ്റെ ബാഡ്ജാണ് ഉണ്ടാക്കിയത് അവസാനമായിട്ട്. അടുത്ത വർഷം ഇതിലും എന്തെങ്കിലും വ്യത്യാസമുള്ള എന്തെങ്കിലും ബാഡ്ജ് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. കോലം, ശംഖ്, ശിവസുന്ദർ, ആലിലകൃഷ്ണൻ, കൊടിക്കൂറ, കഥകളി, ആലവട്ടം, തിടമ്പ് തുടങ്ങിയ മാതൃകകളിലെ ബാഡ്ജുകൾ ഇവർ നേരത്തെ ഒരുക്കിയിട്ടുണ്ട്.